നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധം വരുന്നു. വാണിജ്യ ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചേക്കും. വ്യോമ കപ്പൽ പാതകൾ അടയ്ക്കാനും ആലോചന. UN ഇടപെടൽ തേടി പാകിസ്ഥാൻ. ഇന്ത്യ ആക്രമിക്കുമെന്ന് കൃത്യമായ വിവരം കിട്ടിയെന്ന് പാക് വാർത്താമന്ത്രി. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷി അധ്യക്ഷൻ. കശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ആക്രമണ രംഗം പുനരാവിഷ്കരിച്ച് NIA. പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. കരയിലും കടലിലും കർശന സുരക്ഷ. സന്ദർശന വിവരങ്ങൾ അതീവ രഹസ്യമാക്കി PM ഓഫീസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വീണ്ടും ബോംബ് ഭീഷണി. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് മറ്റന്നാൾ. പുലിപ്പള്ളി കേസിൽ റാപ്പർ വേടന് ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ. വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ തള്ളി പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി. തൃശൂരിലെ വീട്ടിലും ജ്വല്ലറിയിലും വനം വകുപ്പിന്റെ തെളിവെടുപ്പ്. ജാതി സെൻസസിന് ഒടുവിൽ വഴങ്ങി കേന്ദ്ര സർക്കാർ. അടുത്ത ജനറൽ സെൻസസിനൊപ്പം ജാതി സെൻസസും. സുപ്രധാന നീക്കം. ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പല സംസ്ഥാനങ്ങളും നടത്തിയത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള വെറും ജാതി സർവേ മാത്രമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിഴിഞ്ഞം കമ്മീഷനിംഗിൽ ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രി മാത്രം. കേരള സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും വെട്ടി. സംസ്ഥാന സർക്കാർ തന്നെ തഴഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ്. തീരുമാനിച്ചത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്ന് VN വാസവൻ. BJP സംസ്ഥാന അധ്യക്ഷനും ക്ഷണം. മംഗളൂരുവിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ 20 പേർ അറസ്റ്റിൽ. അഷ്റഫിനെ കൊന്നത് പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്നാരോപിച്ച് മംഗളൂരുവിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ ശക്തമാക്കി പോലീസ്. ദ്രോണാചാര്യ സണ്ണി തോമസ് അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ ഷൂട്ടിംഗിന്റെ എക്കാലത്തെ മികച്ച പരിശീലകൻ. സംസ്കാരം നാളെ എറണാകുളത്ത്. വിശദമായി നോക്കാം. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടിക്ക് ഒരുങ്ങവേ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു. സാമ്പത്തിക സുരക്ഷ രാഷ്ട്രീയ കാര്യ സമിതി യോഗങ്ങളാണ് നടന്നത്. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുകയാണ്. ഇറക്കുമതി അടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും. കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യതയുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് കേന്ദ്രം പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനാക്കി 7-അംഗ സമിതി രൂപീകരിച്ചു. ഇതിനിടെ ജമ്മു കശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി NIA സംഘം ആക്രമണ രംഗം പുനരാവിഷ്കരിച്ചു. അതിനിടെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താവിതരണ മന്ത്രി അതൌല തരാർ പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും പാകിസ്ഥാൻ തേടിയിട്ടുണ്ട്. അതേസമയം അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. ആ പെൺകുട്ടി ആപത്ഘട്ടത്തിൽ കാണിച്ച ധൈര്യം മാതൃകാപരമാണ്. രാജ്യത്തിനെതിരെ നടന്ന മനുഷ്യത്വരഹിതമായ ഈ ആക്രമണം മനുഷ്യരാശിയോടാകെയുള്ള വെല്ലുവിളിയാണ്. ജാതിയും മതവും വംശവും ദേശവും ഏതുമാകട്ടെ, മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവുമുള്ള ജീവിതമാണ്. എന്നാൽ ഭീകരവാദവും വർഗീയതയും പോലുള്ള മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ അതിന്റെ കടക്കലാണ് കത്തിവെക്കുന്നത്. ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ മനോഹരമായ കാശ്മീരിന്റെ ജീവിതം ഇനിയും രക്തപങ്കിലമായിക്കൂടാ. കാശ്മീരിൽ
നിരപരാധികളുടെ ജീവനെടുക്കുകയും രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്ത തീവ്രവാദ പ്രവർത്തനത്തിന് തക്കതായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. എല്ലാതരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിരോധമുയർത്താനും സാഹോദര്യത്തിനും മാനവികതയ്ക്കുമായി നിലകൊള്ളാനും ഒരു സമൂഹമെന്ന നിലക്ക് നമുക്ക് സാധിക്കണം. വിദ്രോഹ ശക്തികൾക്ക് ഇന്ധനമാകുന്ന വിദ്വേഷ പ്രചാരണങ്ങളെയും ഒറ്റക്കെട്ടായി നാം ഓരോരുത്തരും ചെറുക്കേണ്ടതുണ്ട്. ഇനിയൊരു പഹൽഗാം ആവർത്തിക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാം. വിദ്വേഷ ചിന്താഗതികൾക്ക് സാന്നിധ്യമില്ലാത്ത സ്നേഹവും സാഹോദര്യവും വാഴുന്ന ലോകത്തിനായുള്ള മനുഷ്യരുടെ പോരാട്ടത്തിന് ഊർജമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അഭിവന്ദ്യനായ മാർപ്പാപ്പയുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിമോചനത്തിനും ലോക സമാധാനത്തിനും വേണ്ടിയാണ് മാർപ്പാപ്പ പ്രവർത്തിച്ചത്. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന, തുല്യ അവകാശങ്ങളുള്ള, സ്വതന്ത്രവും സമാധാനപൂർണവുമായ ലോകത്തിനായി നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം വെല്ലുവിളികളെ മറികടക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് ഈ മാസം 21-ന് കാസർകോട് തുടക്കം കുറിച്ചു. തുടർഭരണം ലഭിച്ചത് കണക്കാക്കുമ്പോൾ LDF സർക്കാർ 10ാം വർഷത്തിലേക്കാണ് കടക്കുന്നത്. ഉദ്ഘാടന പരിപാടിയിൽ ഉൾപ്പെടെ ഓരോ കേന്ദ്രത്തിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്. സർക്കാർ വാർഷികത്തെയും അതോടൊപ്പമുള്ള പ്രദർശനമേളയെയും ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ്. ഒരു കൂട്ടർ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിക്കുമെന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നത്. സമസ്ത മേഖലയിലെയും വികസനവും അതോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് സർക്കാരിനൊപ്പം ജനങ്ങൾ നിലകൊള്ളുന്നതിനിടയാക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവായ വികസനത്തിനോടൊപ്പം ജനങ്ങൾ അണിചേരുന്നു എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിക്കിടയിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി ഏറ്റെടുത്തു തന്നെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ദുഷ്പ്രചരണങ്ങളിലൂടെ സർക്കാരിനെ ഇല്ലായ്മ ചെയ്ത് കളയാം എന്നാണ് ചിലരുടെ ചിന്ത. അതിന് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് വാർഷികാഘോഷങ്ങളിൽ എത്തിച്ചേരുന്ന ജനസാഗരം. കഴിഞ്ഞ 9 വർഷമായി നാട്ടിലുണ്ടായ മാറ്റങ്ങളുടെ ഗുണഭോക്താക്കളാണ് ഇവിടുത്തെ ജനങ്ങൾ. തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സർക്കാർ ഇവിടെ നിലകൊള്ളുന്നു എന്നത് ഏതൊരു ജനവിഭാഗത്തിന്റെയും ആഗ്രഹ സബലീകരണമാണ്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് ഇതര സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനാകെയും മാതൃകയായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കമുള്ള രാജ്യത്തിന് മാതൃകയാകുന്ന പദ്ധതികളാണ് നാം ഇവിടെ നടപ്പാക്കി വരുന്നത്. ആരോഗ്യ, വിദ്യാഭ്യാസ, IT മേഖലകളിലും വൻകിട പദ്ധതികളുടെ കാര്യത്തിലും റോഡ് വികസനത്തിലും നമ്മുടെ നാട് മുന്നോട്ട് കുതിക്കുകയാണ്. അസാധ്യമാണെന്ന് കരുതിയ
പലതും സാധ്യമാക്കിക്കൊണ്ടുള്ള 9 വർഷങ്ങളാണ് കടന്നുപോകുന്നത്. അടുത്ത ഒരു വർഷം അതിന്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക. ജനങ്ങളുടെ പിന്തുണയാണ് സർക്കാരിന്റെ ശക്തി. 10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ ഓരോ മലയാളിക്കുമുള്ള സമ്മാനമായാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. മെയ് 2-ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം ലോക മാരിടൈം ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാവുകയാണ്. ഇതൊരു പുതിയ തുറമുഖത്തിന്റെ തുടക്കം കുറിക്കൽ മാത്രമല്ല, ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ പ്രാരംഭ മുഹൂർത്തവുമാണ്. ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തു നിന്ന് സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പുതിയ കാറ്റ് വീശാൻ തയ്യാറെടുക്കുന്ന ഒരു വൻകിട പദ്ധതി കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമായി യാഥാർത്ഥ്യമാവുകയാണ്. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം പോർട്ടിലെത്തി അവിടെ നിർമ്മാണ പുരോഗതിയും കമ്മീഷനിങ്ങിനുള്ള തയ്യാറെടുപ്പും നേരിട്ട് കണ്ടിരുന്നു. രാജ്യത്തെ തന്നെ ആദ്യ സമർപ്പിത ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ആദ്യ സെമി ഓട്ടോമേറ്റഡ് തുറമുഖമാണിത്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് പ്രകൃതിദത്തമായ ആഴമുള്ള ഈ തുറമുഖം. ഇന്ത്യൻ കണ്ടെയ്നർ നീക്കത്തിന്റെ 75% കൊളംബോ തുറമുഖമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. വലിയ തോതിലുള്ള വിദേശ നാണ്യ നഷ്ടവും വരുമാന നഷ്ടവുമാണ് രാജ്യത്തിന് ഇതുമൂലമുണ്ടായത്. വിഴിഞ്ഞം സജ്ജമാവുന്നതോടെ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു ഭാഗം ഇന്ത്യൻ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോയും വിഴിഞ്ഞത്തേക്ക് എത്തും. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. രാജ്യത്ത് ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ള തുറമുഖം വിഴിഞ്ഞമാണ്. നിലവിൽ ആകെ പദ്ധതി ചെലവിന്റെ 2/3 ഭാഗവും വഹിക്കുന്നത് കേരള സർക്കാരാണ്. നിർണായകമായ പുലിമൂട്ട് നിർമ്മാണം പോലുള്ള ഘടകങ്ങൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ഫണ്ടിങ്ങോടെയാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള പുലിമുട്ടാണ് വിഴിഞ്ഞത്ത് നിർമ്മിച്ചിരിക്കുന്നത്. 3 കിലോമീറ്ററോളം നീളത്തിലാണ് പുലിമുട്ടിന്റെ ആദ്യഘട്ടം. 28 മീറ്റർ ഉയരം വരുന്ന ഏകദേശം 9 നില കെട്ടിടത്തിന് തുല്യം ഉയരമുള്ള ഈ നിർമ്മിതി ഏത് കാലാവസ്ഥയിലും തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. 2023 ഒക്ടോബർ 15-ന് ഷൻഹുവ എന്ന ചൈനീസ് കപ്പൽ വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടു. 2024 ജൂലൈ 13 മുതലാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ വന്നു തുടങ്ങിയത്. 2024 ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി. 3 മാസത്തോളം നീണ്ടുനിന്ന ട്രയൽ റൺ വേളയിൽ തന്നെ 272-ൽ പരം കൂറ്റൻ കപ്പലുകൾ വിഴിഞ്ഞെത്തി. ഈ ഘട്ടത്തിൽ തന്നെ 5.5 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തതും തുറമുഖത്തിന്റെ അനന്തമായ സാധ്യതയാണ് കാട്ടിത്തരുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് യാർഡ് ക്രെയിനുകളും റിമോട്ട് ഓപ്പറേറ്റഡ് ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും വിഴിഞ്ഞത്തെ തുറമുഖ പ്രവർത്തനങ്ങൾക്ക് വേഗതയും സുരക്ഷയും നൽകുന്നു. IIT മദ്രാസുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI അധിഷ്ഠിത വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം സുരക്ഷയും ഏകോപനവും ഉറപ്പാക്കുന്നു.
VGF കരാർ ഒപ്പിട്ടതോടെ വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ടത്തിലെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളം എന്ന പേർ തങ്കലിപികളാൽ എഴുതപ്പെടുകയാണ്. 2025 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ കണ്ടെയ്നർ ചരക്ക് നീക്കങ്ങളിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്ത്. പ്രതിമാസം 1,00,000 TEU കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി. ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന MSC തുർക്കിയെ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്യുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSCയുടെ ജേഡ് സർവീസിലേക്ക് വിഴിഞ്ഞം തുറമുഖത്തെ ഉൾപ്പെടുത്തിയത് മറ്റൊരു സുപ്രധാന നേട്ടമാണ്. MSCയുടെ പ്രധാന ചരക്ക് ഗതാഗത പാതയായ ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പിനെ ചുറ്റി യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് പോകുന്ന കപ്പൽ പാതയിലെ പ്രധാന സർവീസുകളിൽ ഒന്നാണ് ജേഡ് സർവീസ്. ഈ സർവീസിലെ ദക്ഷിണ ഏഷ്യയിലെ പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞം മാറുകയാണ്. ലോകത്തിലെ പ്രധാന തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ചരക്ക് സർവീസിൽ വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്നതും ഉയർന്ന തോതിൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമായ തുറമുഖങ്ങളെ മാത്രമാണ് MSC ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ പട്ടികയിലേക്ക് ട്രയൽ റൺ ഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയെന്നത് വലിയ നേട്ടമാണ്. ഇതോടെ ദക്ഷിണേഷ്യയിലുള്ള ചൈനയിലെ കിങ്ദാവോ, നിങ്ബോ ഷൌഷാൻ, ഷാങ്ഹായ്, യാൻഡിയൻ, ദക്ഷിണ കൊറിയയിലെ ബുസാൻ, സിംഗപ്പൂർ എന്നീ വൻകിട തുറമുഖങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്തിച്ചേരുന്നത്. സിംഗപ്പൂരിൽ നിന്നും വിഴിഞ്ഞത്തെത്തുന്ന MSC കപ്പൽ അവിടെ നിന്നും സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കും തുടർന്ന് ബാഴ്സലോണ തുറമുഖം വഴി അവസാന കേന്ദ്രമായ ഇറ്റലിയിലെ ജിയോയ ടോറോ തുറമുഖത്തേക്കുമാണ് പോവുക. ജേഡ് സർവീസിൽ ഇടം പിടിച്ചതോടെ ദക്ഷിണേഷ്യയുടെ ചരക്ക് ഗതാഗത മുഖമായി വിഴിഞ്ഞം മാറുകയാണ്. ഇതോടെ ഇന്ത്യയിലേക്ക് വരുന്ന കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്ത് വന്ന് കേന്ദ്രീകരിക്കുകയും ചെറുകപ്പലുകളായി മറ്റു തുറമുഖങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറും. പദ്ധതിയിൽ 60% നിക്ഷേപം നടത്തുന്ന സംസ്ഥാന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ലാത്ത കരാറായിരുന്നു നേരത്തെ ഒപ്പിട്ടത്. 40 വർഷത്തേക്കുള്ള ആ കരാർ പ്രകാരം BOT വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ 20 വർഷം സർക്കാരിന് ലാഭവിഹിതം ഇല്ലാത്ത നിലയായിരുന്നു. 21ാമത്തെ വർഷം മാത്രം 1% ലാഭവിഹിതം ലഭിക്കും. പിന്നീട് ഓരോ വർഷവും 1% വീതം അധിക ലാഭവിഹിതം. കരാറിൽ നിന്ന് പിന്മാറിയാൽ സർക്കാരിന് വൻ നഷ്ടപരിഹാരം നൽകേണ്ട വ്യവസ്ഥയും ഉണ്ടായിരുന്നു. ഇവിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് LDF സർക്കാർ സപ്ലിമെന്ററി കൺസഷൻ കരാർ ഒപ്പുവെച്ചതിന്റെ പ്രാധാന്യം. പലവിധ കാരണങ്ങളാൽ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ വൈകിയ സാഹചര്യത്തിൽ തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം സംസ്ഥാനത്തിന് 2039 മാത്രമേ ലഭിക്കൂ എന്നതായിരുന്നു നേരത്തെ ഉണ്ടായ സാഹചര്യം. അതായത് പഴയ കരാർ പ്രകാരം തുറമുഖം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം 15ാം വർഷം മുതലാണ് സംസ്ഥാന സർക്കാരിന് തുറമുഖ വരുമാനത്തിന്റെ
വിഹിതം ലഭിച്ചു തുടങ്ങുക. ഇപ്പോൾ ഒപ്പുവെച്ച സപ്ലിമെന്ററി കരാർ പ്രകാരം 2034 മുതൽ സർക്കാരിന് വരുമാനം ലഭിച്ചു തുടങ്ങും. മാത്രമല്ല, മൂലകരാർ പ്രകാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ അന്തിമഘട്ടം പൂർത്തിയാക്കേണ്ടത് 2045 എന്നാൽ LDF സർക്കാർ ഒപ്പുവെച്ച സപ്ലിമെന്ററി കരാർ പ്രകാരം 2028 തന്നെ എല്ലാവിധമായ നിർമ്മാണ പ്രവൃത്തികളും പൂർത്തിയാവും. സംസ്ഥാന സർക്കാരും അദാനി കമ്പനിയും തമ്മിലുള്ള ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കി പുതിയ കരാറിലേക്ക് എത്തിയതോടെയാണ് നിർമ്മാണ പ്രവർത്തനം നിശ്ചയിച്ച സമയക്രമത്തിനേക്കാൾ വേഗത്തിലായത്. അതായത് 2045 മാത്രം തീരേണ്ട പദ്ധതി 17 വർഷങ്ങൾക്ക് മുൻപ് 2028 തന്നെ തീരുന്ന നില ഉണ്ടാവുന്നത്. 2028-നകം തുറമുഖ നിർമ്മാണത്തിന്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം TEU ആയിരിക്കും. ഇതിനായി 10,000 കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ തുക പൂർണ്ണമായും അദാനി പോർട്സ് ആയിരിക്കും വഹിക്കുക. വിഴിഞ്ഞം ഒരു യഥാർത്ഥ മൾട്ടി മോഡൽ ഹബ്ബാണ്. ദേശീയപാത 66 ചുരുങ്ങിയ സമയത്തിൽ പ്രവേശനം സാധ്യമാക്കുന്ന റോഡ് കണക്ടിവിറ്റി, ഭാവിയിലെ വർദ്ധിച്ച ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലീഫ് ഇന്റർചേഞ്ച് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമാണ്. നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന റെയിൽപാത രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയുമായി തുറമുഖത്തെ നേരിട്ട് ബന്ധിപ്പിക്കും. തുറമുഖത്തു നിന്നും കേവലം 15 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തുറമുഖത്തിന്റെ സംയോജിത കണക്ടിവിറ്റി പൂർണ്ണമാക്കുന്നു. തുറമുഖം പൂർണ്ണശേഷി കൈവരിക്കുന്നതോടുകൂടി കേരളത്തിൽ വലിയ തോതിലുള്ള വാണിജ്യ വ്യാവസായിക വളർച്ചയുണ്ടാകും. അങ്ങനെ സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തിയായും സമൂഹത്തിന്റെ കൈത്താങ്ങെന്ന നിലയിലും വിഴിഞ്ഞം ഒരു ശക്തമായ സാമ്പത്തിക എഞ്ചിനായി മാറുകയാണ്. പദ്ധതിക്കായി 61.83% തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വളർച്ച കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്നതിന്റെ തെളിവാണിത്. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി കടൽ നികത്തിയെടുത്തിട്ടുണ്ട്. തുടക്കത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിവേഗത്തിലാണ് പുലിമൂട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. 2960 മീറ്ററിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2500 മീറ്ററോളം എക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഔട്ടർ ഇന്നർ അപ്രോച്ച് ചാനൽ, ടേണിംഗ് പോക്കറ്റ്, ബർത്ത് പോക്കറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ ആഴം കൈവരിച്ചിട്ടുണ്ട്. ബ്രേക്ക് വാട്ടർ കോർ ലെയർ പൂർത്തിയായി. ആർമർ ലെയർ, എക്രോപോഡ് ലെയർ, വേവ് വാൾ എന്നിവയടക്കം നിർമ്മാണങ്ങൾ പൂർത്തിയായി. തുറമുഖത്തെ കെട്ടിടങ്ങൾ, കണ്ടെയ്നർ ബർത്ത്, കണ്ടെയ്നർ യാർഡ് എന്നിവ പൂർത്തീകരിച്ചു. 8 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 24 യാർഡ് ക്രെയിനുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടഗ് ബോട്ട്, പൈലറ്റ് കം സർവേ വെസൽ എന്നിവ വിഴിഞ്ഞത്ത് എത്തിക്കഴിഞ്ഞു. തുറമുഖം പ്രവർത്തനസജ്ജമാകുന്നതിന് മുന്നോടിയായുള്ള എല്ലാ കേന്ദ്ര അനുമതികളും ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. റെയിൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കാൻ 2028 ഡിസംബർ വരെ
സമയം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേയെ ഇതിന്റെ DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തി. 10.7 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനുള്ള പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. തുറമുഖത്തെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാതയുടെ 9.2 കിലോമീറ്ററും ടണൽ വഴിയാണ് കടന്നുപോകുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതടക്കം 1482 കോടി 92 ലക്ഷം രൂപ ചെലവാകും. റെയിൽപാത യാഥാർത്ഥ്യമാകുന്നതുവരെ താൽക്കാലിക സംവിധാനമെന്ന നിലയിൽ കണ്ടെയ്നർ റെയിൽ ടെർമിനൽ സ്ഥാപിക്കാനുള്ള ചർച്ചകൾ റെയിൽവേയുമായി നടന്നുവരികയാണ്. തുറമുഖ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മുറക്ക് വിഴിഞ്ഞത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. നിലവിലെ മത്സ്യബന്ധന തുറമുഖം ആധുനികവൽക്കരിച്ച് ആവശ്യമായ അധിക സൌകര്യങ്ങളും ബർത്തുകളും സ്ഥാപിക്കുവാനുള്ള പദ്ധതി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നടപ്പിലാക്കുകയാണ്. ഇതിനായി 48 കോടി രൂപയുടെയും 25 കോടി രൂപയുടെയും 2 പദ്ധതികൾ HED തയ്യാറാക്കി. PMMSY സ്കീമിൽ നടപ്പിലാക്കുവാൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ 256 കോടി രൂപ മുതൽ മുടക്കിൽ എല്ലാ ആധുനിക സൌകര്യങ്ങളുമുള്ള ഒരു പുതിയ മത്സ്യബന്ധന തുറമുഖം വിസിൽ, AVPPL ഇവയുടെ സഹായത്തോടെ നിർമ്മിക്കുന്നതാണ്. ഈ വികസന പ്രവർത്തനങ്ങൾക്ക് പുറമെ പദ്ധതി പ്രദേശത്തെ ജനങ്ങൾക്കു വേണ്ടി നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏകദേശം 3000 പേർക്ക് ജീവനോപാധി നഷ്ടപരിഹാരവും നൽകിയിട്ടുണ്ട്. നിർമ്മാണം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി വിഴിഞ്ഞ നിവാസികൾ വിവിധ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയും അദാനി കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 5000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന് 50 കോടി രൂപ ചെലവിൽ ട്രെയിനിംഗ് സെന്റർ കൂടി ഒരുക്കിക്കൊണ്ട് കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് പ്രയോജനകരമാകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ, ഔട്ടർ റിംഗ് റോഡ്, വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വളർച്ചാ ത്രികോണം മുതലായവ യുദ്ധകാലാടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യമാക്കി. തുറമുഖ നിർമ്മാണം മൂലമുള്ള നേട്ടങ്ങൾ പരമാവധി ഈ മേഖലയിൽ പ്രയോജനപ്പെടുത്താൻ സർക്കാർ ലക്ഷ്യമിടുകയാണ്. ഇതിനായുള്ള പ്രാഥമിക അനുമതികളും നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. പോർട്ടിനെ ദേശീയപാത 66മായി ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി, ആ റോഡിന്റെ 80% പൂർത്തിയായിട്ടുണ്ട്. 6000 കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടം ഉണ്ടാക്കുക തന്നെ ചെയ്യും. വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചേർന്ന് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ റോഡുകൾക്ക് ഇരുവശങ്ങളിലുമായി 2.5 കിലോമീറ്റർ പ്രദേശം വിവിധങ്ങളായ വ്യവസായവും വാണിജ്യശാലകളും സ്ഥാപിക്കപ്പെടുന്നതോടുകൂടി തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറുന്ന ബൃഹത് പദ്ധതിയാകും ഇത്. ഈ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മുറക്ക് എറണാകുളം മുതൽ തെക്കോട്ടുള്ള ഇതര ജില്ലകളിലും നിരവധി ലോജിസ്റ്റിക്സ് പാർക്കുകളും വ്യവസായശാലകളും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 8 കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി 114 കോടി 30 ലക്ഷം രൂപ പുനരധിവാസത്തിനായി മാത്രം
ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുന്നതിനിടയിൽ നിരവധി പ്രകൃതിക്ഷോഭങ്ങളാണ് നേരിടേണ്ടി വന്നത്. നിർമ്മാണ വസ്തുക്കളുടെ കുറവ് കാരണം പദ്ധതിയുടെ നിർണായക ഘടകമായ 3000 മീറ്റർ നീളമുള്ള ബ്രേക്ക് വാട്ടറിന്റെ പുരോഗതി മന്ദഗതിയിലായ സ്ഥിതിയിലായിരുന്നു. 2017 ഡിസംബറിൽ അതുവരെ നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് പടിഞ്ഞാറൻ തീരത്തെ ഓക്കി ചുഴൽക്കാറ്റിൽ വലിയ നാശനഷ്ടങ്ങളാണ് നേരിട്ടത്. പിന്നീട് 2018 മഹാപ്രളയം, 2018 അസാധാരണമായ ഉയർന്ന തിരമാലകൾ, 2019 വെള്ളപ്പൊക്കം, മഹാ ടൌട്ടെ എന്നീ ചുഴലിക്കാറ്റുകൾ, പ്രാദേശിക പ്രക്ഷോഭം, കോവിഡ്-19 സൃഷ്ടിച്ച ആഗോള പ്രതിസന്ധി, ഇങ്ങനെ വിവിധ തടസ്സങ്ങൾ മറികടന്നാണ് മറ്റിടങ്ങളിൽ നടക്കം പാറക്കല്ലുകൾ എത്തിച്ച് പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാക്കി. ലഹരിവിരുദ്ധ നടപടികളിൽ ഏറ്റവും ഫലപ്രദമായ പങ്കുവഹിക്കാനാവുക. അതിനുവേണ്ട വിശദമായ കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡുകൾ, പൊതുസ്ഥലങ്ങൾ, വായനശാലകൾ, ലൈബ്രറികൾ, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിലൊക്കെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കും. കേരളമാകെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ വകുപ്പുകളും ഏകോപിതമായി ശ്രമിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെ കൌൺസിലർമാരാക്കാനും രക്ഷാകർത്താക്കൾക്ക് ബോധവൽക്കരണം നൽകാനുമുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളുടെ സ്വഭാവ വ്യതിയാനം മനസ്സിലാക്കി രക്ഷിതാക്കളും അധ്യാപകരും പരസ്പരം ആശയവിനിമയം നടത്തണം. ശിക്ഷിക്കാനല്ല, രക്ഷപ്പെടുത്താനാണ് ഉദ്ദേശമെന്ന ബോധ്യത്തോടെയുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. സ്കൂൾ പ്രവൃത്തി സമയത്തിന് 1 മണിക്കൂർ മുൻപും സ്കൂൾ പ്രവൃത്തി സമയം കഴിഞ്ഞാലും സ്കൂൾ പരിസരം നിരീക്ഷിക്കുന്നതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിനിയോഗിക്കും. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം. ലഹരി വിതരണക്കാരെയും മൊത്തക്കച്ചവടക്കാരെയും കണ്ടെത്തണം. ലഹരി ഇടപാടുകൾ സംബന്ധിച്ച് വിവരം നൽകുന്നവരുടെ വ്യക്തിവിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. ഈ വിവരങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്തുപോയാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ സർവീസിൽ കാണില്ല. ജനജാഗ്രതാ സമിതി എല്ലാ സ്ഥലങ്ങളിലും രൂപീകരിക്കാനും നിശ്ചിത ഇടവേളകളിൽ യോഗം ചേർന്ന് പ്രവർത്തനം വിലയിരുത്താനും നേരത്തെ തീരുമാനിച്ചതാണ്. ഇക്കാര്യം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഏപ്രിൽ 15 മുതൽ 21 വരെയുള്ള ഒരാഴ്ച കാലയളവിൽ 15,530 വ്യക്തികളെയും ഏപ്രിൽ 22 മുതൽ 28 വരെയുള്ള ഒരാഴ്ച കൊണ്ട് 14,848 വ്യക്തികളെയും പരിശോധിക്കുകയുണ്ടായി. ഈ രണ്ടാഴ്ചയിൽ വലിയ അളവിൽ വിൽപ്പന നടത്തുന്ന 16 കേസുകളും 56 ഇടത്തരം കേസുകളും ഉൾപ്പെടെ ആകെ 1,686 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1,787 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 573.55 ഗ്രാം MDMA-യും 204.82 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. ഫെബ്രുവരി 22 മുതൽ ഏപ്രിൽ 28 വരെ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 1,61,425 വ്യക്തികളെയാണ് ആകെ പരിശോധിച്ചത്. വലിയ അളവിൽ വിൽപ്പന നടത്തിയ 92 കേസുകളും 304 ഇടത്തരം കേസുകളും ഉൾപ്പെടെ ആകെ 12,024 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 12,627 പേരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 6.684 കിലോ MDMA-യും 820.02 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഡ്രഗ് ഇന്റലിജൻസ് സംവിധാനത്തിലൂടെ ഏപ്രിൽ 22 മുതൽ 28 വരെയുള്ള കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 338 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറി.
സോഴ്സ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് 4.47 കിലോ കഞ്ചാവും, എറണാകുളത്ത് 0.686 ഗ്രാം MDMA-യും, കാസർഗോഡ് 11 കിലോഗ്രാം കഞ്ചാവും പിടികൂടി. തൊട്ടു മുൻപത്തെ ആഴ്ച ട്രെയിൻ മാർഗം കൊച്ചിയിലേക്ക് കടത്താൻ ശ്രമിച്ച 5.15 കിലോ കഞ്ചാവും അങ്കമാലി ആലുവ ഭാഗത്ത് വിൽപ്പനക്കായി ട്രെയിൻ മാർഗം എത്തിക്കാൻ ശ്രമിച്ച 9.5 കിലോ കഞ്ചാവും ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 18.09 കിലോ കഞ്ചാവും പിടികൂടി. കേരള റെയിൽവേ പോലീസ് ഏപ്രിൽ 22 മുതൽ 28 വരെയുള്ള കാലയളവ് നടത്തിയ പരിശോധനകളിൽ 8 കേസുകളിലായി 11 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. മയക്കുമരുന്നിനെതിരെ പഴുതടച്ച പ്രതിരോധമാണ് എക്സൈസ് തുടരുന്നത്. ഏപ്രിൽ 22 മുതൽ 27 വരെ സംസ്ഥാന എക്സൈസ് 37.07 കിലോഗ്രാം കഞ്ചാവ്, 70.551 ഗ്രാം MDMA, 29.961 ഗ്രാം മെത്താംഫെറ്റാമിൻ, 31.887 ഗ്രാം ഹെറോയിൻ, 3.115 ഗ്രാം ബ്രൌൺ ഷുഗർ ഇവയെല്ലാം പിടിച്ചെടുത്തു. 288 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 271 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരി വിപത്തിനെതിരെ കേരളമാകെ ഉയരുന്ന ജനകീയ പ്രതിരോധം ലോകത്തിന് തന്നെ മാതൃകയാണ്. ബോധവൽക്കരണം നൽകുന്നതിനും പ്രതിരോധമുയർത്തുന്നതിനും എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരികയാണ്. വിവിധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ എല്ലാം നാടിനായി പ്രതിരോധ കവചമുയർത്താൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ രൂപം നൽകിയ ലഹരിക്കെതിരെ ജനകീയ കവചം ഈ ക്യാമ്പയിൻ മാതൃകാപരമായ ഇടപെടലുകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. വിപുലമായ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിക്കുകയും ആലപ്പുഴ മണ്ഡലത്തിലെ 107 വാർഡുകളിൽ 101ലും വാർഡുതല ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും ചെയ്തു. മനുഷ്യച്ചങ്ങലയും കായികമേളയും പോലുള്ള വലിയ ജനാവലിയെ പങ്കെടുപ്പിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 1500 പേർ പങ്കെടുക്കുന്ന മെഗാ സൂംബ ഡാൻസ് ഇന്ന് വൈകുന്നേരം നടത്തുകയുണ്ടായി. തിരുവനന്തപുരം റൂറൽ ചായം ജംഗ്ഷനിൽ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പരിപാടിയും സംഘടിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ വലിയതുറയിൽ നടന്ന ഉണർവ് 2025 കൊല്ലത്ത് ലഹരിമുക്ത കേരളം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ്, എറണാകുളത്ത് നടന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫ്രട്ടേണിറ്റി, കോഴിക്കോട് നടന്ന മലയാളി മൂവ്മെന്റ് അഗൻസ്റ്റ് ഡ്രഗ്സ്, മലപ്പുറത്ത് നടന്ന വാർ അഗൻസ്റ്റ് ഡ്രഗ്സ്, ഇത്തരത്തിലുള്ള നിരവധി മാതൃകാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരളമാകെ നടന്നുവരികയാണ്. കൂടുതൽ ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും നാടിനായി ലഹരിക്കെതിരെ പ്രതിരോധ കവചം തീർക്കാനും മുന്നിട്ട് ഇറങ്ങുന്നു. അതിനിയും കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന അഴിമതി മുക്ത കേരളം ക്യാമ്പയിൻ മികച്ച രീതിയിൽ തുടരുകയാണ്. 2025 ഇതുവരെ വിവിധ സർക്കാർ ഓഫീസുകളിൽ 175 മിന്നൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. മിന്നൽ പരിശോധനകൾ കണ്ടെത്തിയ കണക്കിൽപ്പെടാത്ത 6 ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്തിട്ടുമുണ്ട്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുകയുണ്ടായി. ദേശീയപാത വികസനത്തിൽ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു തീരുമാനം കേരളത്തിന്റെ വികസനത്തിന്
ദേശീയപാത വികസന പദ്ധതികളും പുതിയ ദേശീയപാതകളും അനിവാര്യമാണ്. ഇത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശം കേന്ദ്ര ഉപരിഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു. സംസ്ഥാനത്തിന്റെ കൂടി പങ്കാളിത്തം ഇത്തരം പദ്ധതികളിൽ വേണം എന്ന ആവശ്യം കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് വന്നു. ഈ വിഷയം പരിശോധിച്ചു. വരാനിരിക്കുന്ന ദേശീയപാത പ്രവൃത്തികളിൽ കൂടി സംസ്ഥാനത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഭാവിയിൽ ദേശീയപാത അതോറിറ്റി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ആ പദ്ധതികളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പദ്ധതികൾക്ക് നിർമ്മാണ വസ്തുക്കളുടെ ജിഎസ്ടിയിലെ സംസ്ഥാന വിഹിതം, റോയൽറ്റി ഇവ ഒഴിവാക്കുന്നതിനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ആഭ്യന്തരം, വനം, വന്യജീവി, ഗതാഗതം, എക്സൈസ് എന്നീ വകുപ്പുകളിലെ യൂണിഫോംഡ് ഫോഴ്സിലെ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉന്തിയ പല്ലിന്റെ പേരിലുള്ള അയോഗ്യത ഒഴിവാക്കുന്നതിനായി അതത് വകുപ്പുകളിലെ വിശേഷാൽ ചട്ടങ്ങളിൽ പ്രസ്തുത വ്യവസ്ഥ നിലവിലുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാനുള്ളത്. ഇതൊക്കെ സാധാരണല്ലേ. ഇതിലൊക്കെ നമുക്ക് വലിയ ആശ്ചര്യമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഈ പദ്ധതി പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ്. ഇതില് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങൾക്കാകെയുള്ളത്. ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല. ഇപ്പൊ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. അത് നമ്മൾ കാണണമല്ലോ. എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ. വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിന്റെയോ, അതായത് 2016 മുതലുള്ള സർക്കാരല്ല, അതിനു മുൻപുള്ള സർക്കാരിന്റെയോ 2011 മുതൽ 16 വരെയുള്ള ആ സർക്കാരിന്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ 9 വർഷം ഏറ്റവും നിർണായകമായിരുന്നു. അതാണതിൽ പ്രധാനം. ആ 9 വർഷത്തിൽ 2016 അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു. അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല, നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്. അറിയാലോ, ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്ക വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ആ തർക്ക വിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത്. കാരണം നാടിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ, LDF സർക്കാർ തയ്യാറായത്. അപ്പോ നമ്മുടെ നാടിന്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിനെ കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ലല്ലോ വരാൻ പോകുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത്. അപ്പോ അതിന്റെ ക്രെഡിറ്റ്
സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളൂ. നമ്മളതിന് തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം, അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന്? അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു, അദ്ദേഹത്തെ പരിപാടിയിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിൽ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ. അത് ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാ വരുന്നത്? നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത്. പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ചു വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക. ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ, അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യമുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണഗതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ക്രെഡിറ്റിന്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ. ആ ക്ഷണം ഈ സമയത്തല്ലേ എല്ലാവർക്കും ചെല്ലിട്ടുണ്ടാവുക. നിങ്ങൾ കാണേണ്ടത് ഈ ക്ഷണം ആദ്യം എല്ലാവർക്കും ചെല്ലുന്നില്ലല്ലോ. ക്ഷണം ചെല്ലുമ്പോൾ അവസാനമാണല്ലോ. ഇത് അംഗീകരിച്ച് വന്നാൽ മാത്രമാണല്ലോ. നമ്മളിപ്പോ ആളെ ക്ഷണിച്ചാൽ ആ ആളില്ലെങ്കിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മളല്ല അതിന് ക്ഷണിക്കുന്നത്, നല്ല തീരുമാനിക്കുന്നത്. ഇപ്പോ ചില ആളുകള് ഇങ്ങനെ ഒരു ശങ്കയിൽ നിൽക്കുന്നെന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. നമ്മൾ അഭിപ്രായപ്പെടുന്നു, അവിടുന്ന് തീരുമാനമെടുക്കുന്നു, പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനമെടുത്ത് അറിയിക്കുന്നു. ആ പട്ടികയിലുള്ളവരെയാണ് പിന്നെ നമ്മൾ ക്ഷണിക്കുക. ഇതാണ് അതിന്റെ നടപടിക്രമം. അതാണ് നടന്നിട്ടുള്ളത്. അല്ല, അത് ചിലപ്പോ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. വാർഷികാഘോഷത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞാൽ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിലാണ് ഈ പരിപാടി വരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് വേണ്ടി കാത്തുനിന്നതാണ്. കഴിഞ്ഞ മാസം ഈ പരിപാടി നടക്കുന്നതായിരുന്നു. അപ്പോ ഇവിടെയുണ്ടായ ഒരു അസൗകര്യം കാരണം അത് മാറിപ്പോയതാണ്. അല്ലെങ്കിൽ നേരത്തെ നടക്കുകയായിരുന്നു. ഈ വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ട് അത് വരില്ലായിരുന്നു. പക്ഷേ വാർഷികാഘോഷത്തിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ വന്നു. അത് പ്രധാനമന്ത്രിയുടെ പരിപാടി ഇപ്പോഴാണ് കിട്ടിയത് എന്നുള്ളതുകൊണ്ടാണ്. ആ കാരണം കൊണ്ട് മാത്രം അദ്ദേഹം വരാതിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വികസന കുതിപ്പിന്റെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം നടന്നത്. ഒപ്പം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെപ്പറ്റിയും മുഖ്യമന്ത്രി പ്രതിപാദിച്ചു. മറ്റു വാർത്തകളിലേക്ക് പോകാം. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശനമേള വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും സ്റ്റാളുകളാണ് ഇവിടുത്തെ പ്രത്യേകത. സർക്കാരിന്റെ പദ്ധതികൾ എന്തൊക്കെ, ഇതെങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് പൊതുവെ സമൂഹത്തിൽ പലർക്കും വലിയ ധാരണയുണ്ടാകില്ല. ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ഉപഭോക്താവാകാൻ സാധ്യമാകുകയുള്ളൂ. ഇത്തരം അറിവുകൾ നേടാൻ ഏറ്റവും പറ്റിയൊരിടമാണ് എന്റെ കേരളം പ്രദർശനമേള. പദ്ധതികളെക്കുറിച്ചുള്ള അറിവുകളുടെ കലവറയാണ് എന്റെ കേരളം പ്രദർശനം. ഇവിടെ എത്തുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാം. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളുടെയും കൗണ്ടർ വഴി ഇത് വിശദീകരിക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ഹോളോഗ്രാഫ് ഫാനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഫാൻ വരുന്നത്. ഞങ്ങളുടെ ആൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 4 ലീഫുള്ള ഫാനാണ്. ഇത് കറക്കി നമുക്ക് എന്ത് കാര്യം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ, പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു ബാങ്കിൽ എംപ്ലോയി ആയിരുന്നു. ഞാൻ MBAയിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഓപ്പർച്യൂണിറ്റി വന്നത്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഒരു മാഗസിന്റെ കവർ പേജ് ആകണം എന്ന ആഗ്രഹം നിങ്ങളിൽ പലർക്കും ഉണ്ടാകില്ലേ? അങ്ങനെയുള്ളവർക്കൊക്കെ ഈ എന്റെ കേരളം പ്രദർശനത്തിനെത്താം. ഇവിടെ എത്തിയ ശേഷം ഇങ്ങനെ ചിത്രങ്ങൾ എടുക്കാം. അങ്ങനെ കൗതുകകരമായ ഒരുപാട് ഘടകങ്ങളാണ് ഈ എന്റെ കേരളം പ്രദർശനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായി എടുത്തു പറയാൻ കഴിയുന്നത്.
എങ്ങനെയുണ്ട് മാഗസിനിൽ കയറിയോ? അല്ല, അത് നല്ലൊരു ഇതാണ്. നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് വന്ന് ഞങ്ങളുടെ ഇവിടെ സ്റ്റാളുള്ള ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നത്, അത് കാണാൻ വന്നത്. എന്തെങ്കിലും ഇങ്ങനെ ഇതിൽ ഇങ്ങനെ മാഗസിന്റെ കവർ ആകണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇല്ലേ, അതെല്ലാവരും ആഗ്രഹമല്ലേ. നല്ല പടം കിട്ടി തോന്നുന്നല്ലേ? കിട്ടിയ നല്ല പടം കിട്ടി. പുതിയ കേരളത്തെ മാത്രമല്ല പഴയ കേരളത്തെ കാണാനും എന്റെ കേരളം മേളയിലെത്തിയാൽ മതി. വീടും പാടവും കൃഷിയും എല്ലാം ഇവിടെയുണ്ട്. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെയൊക്കെ ചെറുപ്രായത്തിലൊക്കെ ചില വീടുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പാടത്തുനിന്ന് എടുക്കുന്ന മണ്ണ് വെച്ചിട്ട് പണ്ടത്തെ രീതി വെച്ച് പാത്രങ്ങൾ ഉണ്ടാക്കണ ഒരു സെറ്റപ്പാണ് കാണിക്കുന്നത്. പഴയ ആൾക്കാരാണ് കൂടുതലും തന്നെ ഇത്. പിന്നെ പിള്ളേരും ഉണ്ട്, ഇവർക്ക് ഈ ക്ലേ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതറിയാനും പ്രദർശനമേള നിങ്ങളെ സഹായിക്കും. ഇവിടെ നമുക്ക് പബ്ലിക്കിന് അവരുടെ ഫോൺ ഹാക്കായിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വന്നാൽ പരിശോധിക്കാൻ പറ്റും. അപ്പോൾ നിലവിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം നമ്മളിവിടെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഫോർമാറ്റ് ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ നമ്മൾ സൈബർ സെല്ലിലേക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജില്ലാ പോലീസിന്റെ സൈബർ സെൽ വിഭാഗമാണ് ഈ ഒരു ഏരിയ കൈകാര്യം ചെയ്യുന്നത്. വനംവകുപ്പിന്റെ സ്റ്റാളിലാണുള്ളത്. ആളുകൾക്ക് ഒരുപാട് കൗതുകമുള്ള സ്ഥലമാണ് വനംവകുപ്പ്. ആളുകൾ വന്ന് എങ്ങനെയാണ് ആനയെ പിടിക്കാന്നൊക്കെ ചോദിക്കുമോ? പുതിയൊരു കാലത്ത് എങ്ങനെയാണ് ആളുകൾ വന്ന് ചോദിക്കുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇപ്പം നടക്കുന്ന വന്യജീവി, അതായത് മനുഷ്യ വന്യജീവി സംഘർഷമാണ് കൂടുതലായിട്ടുള്ളത്. അതിനെ ലഘൂകരിക്കാനായിട്ട് 10 കർമ്മ പദ്ധതികളുണ്ട്. അതിനെക്കുറിച്ചാണ് കൂടുതലും ആൾക്കാർക്ക് സംശയമുള്ളത്. പാമ്പിന്റെ ഇതൊക്കെയുണ്ട്, അത് പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞോളൂ. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ വർഷത്തിലൊരിക്കൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, സിവിലിയനും പങ്കെടുക്കാം, സ്റ്റാഫുകളും ഉണ്ട്. ഒരു വാർത്തയിൽ പറഞ്ഞു തീരാനാകാത്ത അത്രയും കാഴ്ചകളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ നേരിട്ടെത്തുക, കാണുക, മനസ്സിലാക്കുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം നാഗമ്പടത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.